ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നുണ്ട് പ്രൊഫസർ വി മധുസൂദൻ നായർ സാർ. ഒരുപക്ഷെ അനന്തപുരിയുടെ സാംസ്കാരിക ഇടങ്ങളിൽ മാത്രമല്ല, മനുഷ്യർ സ്നേഹത്തിനായി കരുതലിനായി ഒത്തുചേർന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ ഒരുമിച്ച് കണ്ടിരുന്നവർ കൂടിയാണ് മധുസൂദൻ നായർ സാറും ടീച്ചറും ഒക്കെ. സാർ, എങ്ങനെയാണ് ടീച്ചറിന് ഒരുപക്ഷെ അനന്തപുരിയിൽ നിങ്ങൾ ഒത്തുചേർന്നിട്ടുണ്ട്, കേരളത്തിൽ പലയിടങ്ങളിലും. കൂടുതൽ ഈ അനന്തപുരിയുടെ പ്രൗഢിയെ കൂടി ചേർത്ത് എപ്പോഴും പറഞ്ഞിരുന്ന രണ്ട് മനുഷ്യരാണ് നിങ്ങൾ. അങ്ങനെയുള്ള കൂടിച്ചേരലുകളെ കുറിച്ച് സുഗത ടീച്ചർ എല്ലാവരുടെയും കൂടെയാണ്. അനന്തപുരിക്ക് മാത്രമല്ല, കൂടിച്ചേരൽ അവരുമായിട്ടുണ്ടാകുന്നത് എനിക്ക് നേരറിവ് ഉള്ളത് വെച്ചാണെങ്കിൽ കാട്ടിലും പുഴയോരത്തും മരങ്ങളുടെ കൂടെയും വയലേലയിലും ഒക്കെയാണ്. ഏറെക്കാലം മുമ്പ് എൻ്റെ കൗമാരത്തിൽ എനിക്ക് കുനിഞ്ഞതില്ലി പത്തികൾ കണ്ണ കുലുങ്ങിയില്ലി കരളെന്നും തുടങ്ങിയിട്ടുള്ള കവിതകൾ, ഗജേന്ദ്രമോക്ഷം തുടങ്ങിയിട്ടുള്ള കവിതകൾ, പാവം മാനവഹൃദയം പോലുള്ള കവിതകൾ ഒക്കെ ചൊല്ലാനൊരു പ്രേരണ അദൃശ്യയായ ഈ അമ്മയായിരുന്നു. എനിക്കവരെ അറിയില്ല, പക്ഷെ അവരപ്പോഴേ അകത്തു നിറഞ്ഞു. കുലുങ്ങാത്ത കരളുള്ള ഒരമ്മയായിട്ട് തന്നെ. പക്ഷേ വളരെ തരളയായ ഒരു മാതാവിൻ്റെ എല്ലാ സ്നേഹവും അവരുടെ കൃതികളിൽ കണ്ട് അവരെ നേരിൽ കാണാതെ വളർന്ന ഒരാളാണ് ഞാൻ. ഏറെക്കാലത്തിനിപ്പുറത്ത് അല്പസ്വല്പം അക്ഷരക്കുറ്റങ്ങൾ ഞാനും ചെയ്തു തുടങ്ങിയപ്പോൾ യദൃച്ഛയാ അവരെ പലപ്പോഴും കാണേണ്ടി വന്നു. ഏറ്റവും പ്രകാശമാനമായ ഒരു ഓർമ്മ രാത്രിയും പകലുമില്ലാതെ കോഴിക്കോടും മറ്റ് പല പ്രദേശങ്ങളിലും മണ്ണാർക്കാട്ടും ഒക്കെ കാടിന് വേണ്ടി നിലവിളിക്കുന്ന ഈ അമ്മയെ കണ്ടതാണ്. അപ്പോഴാണ് ആരാണ് സുഗതകുമാരി എന്നെനിക്ക് യഥാർത്ഥത്തിൽ ബോധപ്പെട്ടത്. ഞങ്ങൾ തമ്മിൽ വേറെ വലിയ ആശയവിനിമയങ്ങളൊന്നുമില്ല, പക്ഷെ ദൂരത്തിരുന്ന് ഞാനിവരെ കാണുമായിരുന്നു. ഇവരെ മാത്രമല്ല, എൻ്റെ ബാല്യത്തിൽ ഞാൻ ബോധേശ്വരനെ കണ്ടിട്ടുണ്ട്. ഞാൻ നെയ്യാറ്റിൻകരക്കാരനാണ്, അദ്ദേഹവും നെയ്യാറ്റിൻകര വേറുള്ള ആളാണ്. എങ്ങനെയോ ഞാൻ അദ്ദേഹത്തെയും കണ്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ മഹിതമായ സങ്കല്പങ്ങളും വിപ്ലവത്തിൻ്റെ സന്ധിയില്ലാത്ത തീയുമായി നടന്നൊരു മനുഷ്യനാണ്. നേര് പറയാനൊരു മടിയും ഇല്ലാത്തൊരാൾ. ആരുടെ മുമ്പിലും ആ സത്യത്തിനെതിരെ നിൽക്കുന്ന ആരുടെ മുമ്പിലും കുലുങ്ങാതെ നിൽക്കുന്നൊരു സ്വഭാവം, അത് എന്തുകൊണ്ടോ സൗമ്യശീലയായ ഈ അമ്മയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ചേട്ടാ, എനിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. വൗ, ദാറ്റ്സ് ഗ്രേറ്റ്. ചേട്ടൻ വേഗം വരൂ, ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം ഫീസിനായി. ഞാൻ വന്നു എന്ന് കരുതിക്കോ. ഒരു മിനിറ്റ്, ഇതെങ്ങനെ ചേട്ടാ? ഡോർ സ്റ്റെപ്പ് ബാങ്കിങ്ങിലൂടെ. കോൾ ചെയ്യൂ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യൂ, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. PSB ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് മുഖേന സർക്കാർ ബാങ്കുകൾ വരും നിങ്ങളുടെ വീട്ടുപടിക്കൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കുടുംബത്തോട് പോലും അത്തരത്തിലൊരു ബന്ധമുള്ള ആ ബന്ധത്തെയാണ് ഒരുപക്ഷെ സാർ ഇവിടെ ഓർമ്മിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ശ്രീ മുരുകൻ കാട്ടാക്കട, കവിയായിട്ടുള്ള ശ്രീ മുരുകൻ കാട്ടാക്കട നമ്മളോടൊപ്പം വീഡിയോ കോൾ ചേരുന്നുണ്ട്. സാർ, ഒരുപക്ഷെ കവയിത്രി എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് മണ്ണിന് വേണ്ടി, മണ്ണിന്റെ നനവിനും പച്ചപ്പിനും വേണ്ടി പോരാടിയ ഒരു കവയിത്രി എന്ന നിലയിൽ എങ്ങനെയാണ് അമ്മയെ ഓർക്കുന്നത്? പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് വാത്സല്യത്തെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ടാവും. കാരണം എല്ലാവരോടും അമ്മയെ പോലെ പെരുമാറിയിരുന്ന അമ്മയാണല്ലോ. അപ്പോ ഇപ്പൊ ഈ ചെറിയ നിമിഷങ്ങളില് ടീച്ചറ്, ഞാൻ VJT ഹാളിൽ, ഇപ്പോഴത്തെ അയ്യങ്കാളി ഹാൾ, അന്ന് ഒരു കാലത്ത് ഞാനൊരു കവിത, സൂര്യകാന്തി നോവ് എന്ന കവിത ഞാൻ ചൊല്ലി. പാതി വിരിഞ്ഞോരു പൂമൊട്ടു ഞാൻ, എൻ്റെ മോഹങ്ങൾ വാടി കരിഞ്ഞു പോയി.
ഏതോ കരങ്ങളിൽ ഞെങ്ങി ഞെരിഞ്ഞെന്റെ ഓരോ തലവും പൊഴിഞ്ഞു പോയി. സൂര്യകാന്തിപ്പൂവ് ഞാനിന്നും എന്റെ ഈ സൂര്യനെല്ലിക്കാട്ടിലേകയായി പേടിപ്പെടുത്തുന്ന മൂളലായിന്നും ആ പേവിഷത്തുമ്പികൾ പാറിടുന്നു. ഇത് ചൊല്ലുമ്പോ ടീച്ചർ എന്നോട് പറഞ്ഞു, മുരുക, അപ്പൊ ഞാൻ ആഗ്രഹിച്ച പോലെ കവിത നാളെയും മറ്റന്നാളും വരാനുള്ള സാധ്യതയാണ്. ഇതുപോലെ മക്കളെ കുറിച്ച് ഞാൻ വലിയ വേദനയോടെ ഉറക്കെ കരഞ്ഞിട്ടുണ്ട്. മുരുകൻ അത് തുടരുന്നുണ്ടല്ലോ. അതുപോലെ പക എന്ന കവിത ചൊല്ലിയപ്പോഴും അമ്മ എന്നോട് വേറൊരു വേദിയിൽ പറഞ്ഞു, ദുരമൂത്തു നമ്മൾക്ക് പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്ക് മല വെളുത്തു, തിരമുത്തമിട്ടു. അത് അപ്പോഴും അമ്മ അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ ടീച്ചറുടെ 4 വരി ചൊല്ലിക്കൊണ്ട് ഇന്നത്തെ വേദനയെ അടയാളപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. കാരണം നഷ്ടങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റുന്നതല്ല. ഒരു തള്ളക്കിളി അരുമ കുഞ്ഞുങ്ങൾക്കിരയുമായിതാ തിടുക്കത്തിൽ പറന്നണയുന്നു. ഒരു തള്ളക്കിളി അരുമ കുഞ്ഞുങ്ങൾക്കിരയുമായിതാ തിടുക്കത്തിൽ പറന്നണയുന്നു. പെട്ടെന്നവൾ നടുങ്ങുന്നു, പിടയുന്നു, ചുറ്റിപ്പറന്നുഴലുന്നു. അവളുടെ നിലവിളി മനുഷ്യഭാഷയിൽ ഇതായിരിക്കാമെന്നെനിക്കു തോന്നുന്നു. അവളുടെ നിലവിളി മനുഷ്യഭാഷയിൽ ഇതായിരിക്കാമെന്നെനിക്കു തോന്നുന്നു. നിങ്ങൾ ലോകത്തെ എന്തു ചെയ്തു? നിങ്ങൾ ലോകത്തെ എന്തു? അവളോടൊപ്പമൻ കരളുരുകുന്നു. അവളോടൊപ്പം ഞാൻ തിരഞ്ഞു ചുറ്റുന്നു. നിങ്ങളൻ ലോകത്തെ എന്തു ചെയ്തു? നിങ്ങൾ എൻ ലോകത്തെ എന്ത് ചെയ്തു എന്ന ടീച്ചറുടെ ചോദ്യം. മലയാള ഭാഷ അസ്തമിച്ചാലും മലയാള ഭാഷയെ മറ്റ് ഭാഷകളിലേക്ക് അന്യവൽക്കരിച്ചു കൊണ്ടിരുന്നാലും ഏത് ഭാഷയിലും ഏത് കാലത്തും സംസ്കൃതം ഇപ്പോ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നിലനിൽക്കുന്നത് പോലെ ഭാഷാതീതമായി നിലനിൽക്കുന്ന പ്രകൃതി വർത്തമാനങ്ങളാണ്, അമ്മ വർത്തമാനങ്ങളാണ് ടീച്ചർ പറഞ്ഞു പോയത്. എന്റെ ഹൃദയാഞ്ജലി. വളരെയധികം നന്ദി ശ്രീ മുരുകൻ കാട്ടാക്കട ഈ അവസരത്തിൽ നമ്മളോടൊപ്പം ചേർന്നതിന്. ഇപ്പോൾ കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്നും അധ്യാപകനും കവിയുമായിട്ടുള്ള ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇവിടെ മധുസൂദൻ നായർ സാർ ഓർപ്പിച്ചതുപോലെ അല്ലെങ്കിൽ മുരുകൻ സാറ് നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ എഴുത്തിലുടനീളം നനുത്ത ആർദ്രമായ ഒരു അമ്മ മനസ്സ് കാത്തു സൂക്ഷിച്ചെങ്കിലും പലയിടങ്ങളിലും സമൂഹത്തോട് ഉറച്ച നിലപാടുകൾ പറഞ്ഞ കവയത്രി കൂടിയായിരുന്നു സുഗതകുമാരി ടീച്ചർ. ആ നിലയ്ക്ക് എങ്ങനെയാണ് താങ്കൾ ടീച്ചറിനെ ഓർക്കുന്നത്? പ്രകാശപൂർണമായ ഒരു കാലഘട്ടം തന്നെ അവസാനിച്ചിരിക്കുകയാണ്. മഹാകവി അക്കിത്തത്തിൻ്റെ ദേഹവിയോഗത്തിന് ശേഷം അപരിഹാര്യമായ നഷ്ടം എന്ന വാക്കിൻ്റെ അർത്ഥം മലയാളി അതിൻ്റെ പൂർണ്ണതയിൽ തിരിച്ചറിഞ്ഞ ദിനമാണിന്ന്. ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ ഏറ്റവും തെളിഞ്ഞ ചിന്തയോടുകൂടി ദീർഘകാലം പ്രവർത്തിച്ച ഒരു വലിയ എഴുത്തുകാരിയാണ് സുഗതകുമാരി ടീച്ചർ. ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങളിൽ അവരുടെ സുദീർഘമായ കർമ്മസബരിയയിൽ തെളിഞ്ഞു നിന്നത് ഭാരതീയമായ ദർശനമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഭാരതീയമായ ദർശനത്തിൻ്റെ കർമ്മ ദർശനത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ആവിഷ്കാരങ്ങളുമായിരുന്നു ടീച്ചറിൻ്റെ കാവ്യരചനകളും അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തന മേഖലകളിലെ ഇടപെടലുകളും. എനിക്ക് തോന്നുന്നത് ഋഗ്വേദ ചിന്തയിൽ ആരംഭിക്കുന്ന സമാജ ദർശനവും പാരിസ്ഥിതിക ദർശനവും കാവ്യദർശനവും സുഗതകുമാരി ടീച്ചറിൽ അതിൻ്റെ പരിപൂർണതയിൽ
തെളിഞ്ഞു നിന്നു എന്നുള്ളതാണ്. ഋഗ്വേദത്തിൽ നിന്ന് ആരംഭിച്ച് പിൽക്കാലത്ത് കാളിദാസൻ എന്ന മഹാപ്രതിഭയുടെ ഉജ്ജ്വലമായ കൃതികളിലൂടെ കൂടുതൽ വിളഞ്ഞ് നിന്ന ആ ഒരു ദർശനം, അത് അദ്വൈത ദർശനം തന്നെയാണ്. ഈ പ്രകൃതിയെ മറക്കാതെ പ്രകൃതിയുടെ താളലയങ്ങളിൽ തന്നെ അർപ്പിക്കുന്ന ഒരു ദർശനം. ആ ദർശനത്തിന് തീർച്ചയായിട്ടും പാശ്ചാത്യമായ ദർശനങ്ങളോടോ പാശ്ചാത്യ കവിതയുടെ കാഴ്ചപ്പാടുകളോടോ അല്ല ബന്ധം എന്നും, അത് ഈ നാടിൻ്റെ, നമ്മുടെ ജന്മഭൂമിയുടെ, നമ്മുടെ മാതൃഭാഷയുടെ ആത്മബോധങ്ങളുമായിട്ടുമാണ് ബന്ധമെന്ന് തീർച്ചയായും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ഘട്ടമാണിത്. ടീച്ചറിന്റെ പാരിസ്ഥിതിക പ്രവർത്തനങ്ങളെ നമ്മൾ പല നിലകളിൽ നോക്കിക്കാണാറുണ്ട്. സൈലന്റ് വാലി ആ പ്രക്ഷോഭ സമയത്ത് അട്ടപ്പാടിയിൽ നടന്ന വിവിധങ്ങളായ സമരങ്ങളുടെ നേതൃനിരയിൽ, ഈ അടുത്ത കാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട വിമാനത്താവളം, ആറന്മുളയുമായി ബന്ധപ്പെട്ട വിമാനത്താവളം, അത്തരം സന്ദർഭങ്ങളിലൊക്കെ കാളിദാസൻ സൃഷ്ടിച്ച വൈഖാനസൻ എന്നൊരു കഥാപാത്രത്തെ പോലെ നമ്മുടെ ദുരധികാരത്തിന് നേരെ ആശ്രമ മൃഗമാണ്, അതിനെ കൊല്ലരുത് എന്ന് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞ ഒരു വലിയ കാവ്യ വ്യക്തിത്വം എന്ന നിലയിൽ വേണം നമ്മൾ ടീച്ചറിനെ നോക്കിക്കാണാൻ. രുദിതാനുസാരിയാണ് കവി എന്ന കാളിദാസന്റെ വചനം ഏറ്റവും ആഴത്തിൽ തിരിച്ചറിഞ്ഞ കവി. പലരിൽ നിന്ന് വ്യത്യസ്തനായി നമുക്കറിയാം, പലരും ഈ രുദിതാനുസാരിത്വവും സമസൃഷ്ടി സ്നേഹവും ഒക്കെ അവരുടെ കവിതയിൽ പറയുകയും കവിതയിൽ തന്നെ അവസാനിക്കുകയും ചെയ്യുമ്പോൾ, ജീവിതത്തിൽ ഉടനീളം അഭയ എന്ന സ്ഥാപനത്തിലൂടെയും അത്താണി എന്ന സ്ഥാപനത്തിലൂടെയും പരിചരണാലയം എന്ന ഉജ്ജ്വലമായ സങ്കല്പനത്തിന് പ്രായോഗികമായ രൂപം നൽകിയും ടീച്ചർ നിർവഹിച്ചത് ഋഷിപ്രോക്തമായ സൗമ്യോദാരമായ ഒരു മഹാദർശനത്തിന്റെ ആധുനികമായ ആവിഷ്കാരമായിരുന്നു. ആ സത്യം തിരിച്ചറിയുകയും ടീച്ചർ മുന്നോട്ട് വെച്ച ആ ദർശനത്തെ പരിപുഷ്ടമാക്കുവാൻ നമ്മാലാവുന്നത് ചെയ്യുക എന്നതുമാണ് ടീച്ചറിനോട് നമുക്ക് കാട്ടാവുന്ന ശ്രദ്ധാഞ്ജലി എന്ന് ഞാൻ ആദ്യമായി തന്നെ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും ടീച്ചറിന്റെ കവിതകളെ കേന്ദ്രീകരിച്ച് ധാരാളം പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ പ്രകൃഷ്ടമായ രചനകളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പഠനങ്ങളിൽ ഒതുങ്ങാതെ അവരെഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട മറ്റു രചനകളിലേക്കും, എനിക്ക് ഏറ്റവും ആദരവുള്ള മധുസൂദൻ നായർ സാർ ഇവിടെ സൂചിപ്പിച്ച ഗജേന്ദ്രമോക്ഷം പോലുള്ള കവിതകൾ, ആ കവിതകളിലെ ഉജ്ജ്വലമായ ഭാഗവത ദർശനം, അതിൻ്റെ സമാജ ദർശനം, ആധുനിക മനുഷ്യന്റെ അഹന്തയുടെ പത്തികളെ അമർത്തിക്കൊണ്ട് നമ്മുടെ ചേതനയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ കൃഷ്ണസങ്കല്പത്തിന്റെ, വൈഷ്ണവ സങ്കല്പത്തിന്റെ തെളിമ, അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നാം ശ്രമിക്കുമ്പോഴാണ് ടീച്ചറിന്റെ ആത്മാവ് പരിപൂർണമായി ആനന്ദിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ടീച്ചറിനോട് വ്യക്തിപരമായി വളരെ അടുത്ത്. ശരി, വളരെയധികം നന്ദി സർ. ഒരു പക്ഷേ ടീച്ചറിന്റെ എഴുത്തുകളിലെ ഒരു ഉറച്ച നിലപാടുകളെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. വീണ്ടും ഞാൻ മധുസൂദൻ നായർ സാറിലേക്ക് തന്നെ വരികയാണ്. സാർ ഈ പറഞ്ഞതുപോലെ തന്നെ ടീച്ചർ പിന്തുടർന്ന രാഷ്ട്രീയം, ടീച്ചർ പിന്തുടർന്ന എഴുത്തിൻ്റെ രാഷ്ട്രീയം എന്നത് വളരെ വിപുലമായിരുന്നു, വളരെ കരുത്തുറ്റതുമായിരുന്നു. ഒരുപക്ഷെ അതിനോടൊപ്പം നടക്കാനും അല്ലെങ്കിൽ ടീച്ചറിനോടൊപ്പം സഹകരിക്കാനും കഴിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ എങ്ങനെയാണ് ആ മേഖലയിൽ ടീച്ചറിനെ കാണുന്നത്? ടീച്ചർ ഇന്ന് പറയുന്ന വിഭാഗീയ രാഷ്ട്രീയത്തിൻ്റെ ആളാണ് എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു പക്ഷത്തല്ല. അവരുടേത് സ്നേഹരാഷ്ട്രീയമാണ്. സ്നേഹത്തിന് എന്തേ നിറം എന്ന് ചോദിച്ചാൽ നന്നേ മുലപ്പാൽ പോലെ വെളുത്തതാണ്. ഇത്രയും വെളുത്ത സ്നേഹത്തോടെ മനുഷ്യകുലത്തെ കാണുമ്പോൾ വേറെ അടയാളങ്ങളൊന്നും അതിനാവശ്യമില്ല എന്ന് തെളിയിച്ചത് ശരിയായ ഒരമ്മയുടെ ഭാവമുള്ള സോതകുമാരിയാണ്. ഞാനിത് നേരിട്ട് കാണുന്നത് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്തിലും ഒക്കെയാണ്. അവരവിടെ എത്രമാത്രം ഹൃദയം കൊടുത്താണ് പ്രവർത്തിച്ചത്
എന്നെനിക്ക് തോന്നിയിട്ട്. എത്ര ലളിതമായിട്ടാണ് അവർ ജീവിക്കുന്നത്. രാത്രിയും പകലും ഇല്ല. അത് കഴിഞ്ഞിട്ട് മറ്റു പല ഘട്ടങ്ങളിലും അവരുടെ ഉറച്ച നിലപാടുകളെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ളത് ഈ ഒരൊറ്റ അമ്മ അവർക്ക് വേണ്ടി അല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് യാചിക്കുന്നത് കണ്ടപ്പോഴാണ്. അവർ യാചിച്ചത് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനാണ്, പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസവും വസ്ത്രവും സുരക്ഷിതത്വവും കൊടുക്കാനാണ്. എത്ര രാത്രികളിൽ അവർ ഈ ഇത്തരം കുട്ടികൾക്ക് വേണ്ടി അധികൃതരെ വിളിക്കുകയും ഉറങ്ങാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു മരം മുറിഞ്ഞാൽ അവരുടെ മനസ്സാണ് മുറിയുന്നതെന്ന് മനസ്സിലാക്കുന്നത് യാദൃച്ഛികമായിട്ട് രാത്രിയിലാണ്. അന്ന് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് 4 or 5 ആൽമരങ്ങളിൽ നിന്ന് വെട്ടിമുറിക്കാൻ രാത്രി ഈർച്ചവാളുമായിട്ട് വന്ന അറുപ്പുകാർ, ഈ കോൺട്രാക്ടർമാർ, റോഡ് പണിക്കാർ ആ വിവരം അറിഞ്ഞിട്ട് അവിടെ ഓടിയെത്തി മരത്തെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഈ അമ്മയെ ഞാൻ കണ്ടു. വേറൊരു പെണ്ണ് തുനിഞ്ഞിട്ടില്ല. പെണ്ണ്, മണ്ണ്, മരം, പുഴ ഇതൊക്കെ മനുഷ്യൻ്റെ ആർത്തിയുടെ ഇരയാണ് എന്നതുകൊണ്ട് ഒരു കക്ഷിഭേദവും, അത്തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ ഭേദം ഒന്നും കൂടാതെ ശരിക്കും വിശ്വരാഷ്ട്രീയം എന്ന് പറയുന്ന സ്നേഹരാഷ്ട്രീയം കൊണ്ട് നടന്ന ആളാണ് ഈ അമ്മ. അമ്മയുടെ രാഷ്ട്രീയം മാത്രമേ അവർക്കുള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ. ഞാൻ അവരുടെ മുമ്പ് പോയിരുന്ന് പലപ്പോഴും പലരും സങ്കടം പറയുന്നത് കേട്ടിട്ടുണ്ട്. എത്ര പേരുടെ സങ്കടമാണ് ഈ ഒരു പാവം മാനവ ഹൃദയത്തിനകത്ത് കയറിയിട്ടുള്ളത്. ഇവർക്ക് ഹൃദയം തകരുന്നില്ലേ എന്ന് ഞാനും എൻ്റെ വീട്ടുകാരിയും കൂടെ നോക്കിയിരുന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഇവർക്ക് ഹൃദയം പൊട്ടുന്നില്ല? ഇത്രയൊക്കെ കേട്ടിട്ട് എൻ്റെ സങ്കടം പോലും അവർ കേട്ടിട്ടുണ്ട്. ഇതാണ് സാന്ത്വനത്തിൻ്റെ വഴി, സ്നേഹത്തിൻ്റെയും കരുത്തിൻ്റെയും വഴി. അതുകൊണ്ട് തന്നെയാണ് ഈ അമ്മ ഈ കാട്ടുവാസികൾക്ക് വേണ്ടി മുഴുവൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ആറന്മുളയിലുള്ള നശിച്ചു പോകുന്ന പാടങ്ങളാകുന്ന പാടങ്ങൾക്ക് വേണ്ടി അവിടെ ചെന്ന് കിടന്നത്. വാസ്തവത്തിൽ കേരളം ഇനി അറിയാൻ പോകുന്നതേ ഉള്ളൂ. നോക്കൂ, എൻ്റെ മുമ്പിൽ ഒരു കൊച്ചു ഗ്ലാസ്സിൽ വെള്ളം ഇരിപ്പുണ്ട്. ഇതേതോ കുപ്പിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന വെള്ളമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. കുപ്പിവെള്ളത്തെ ആശ്രയിക്കുന്ന അവസ്ഥ വന്നുപോയ കേരളീയൻ നാളെ വെള്ളമില്ലാതെ തൊണ്ട പൊട്ടി നിലവിളിക്കുമ്പോൾ തികച്ചും സ്നേഹത്തിൻ്റെ ഈ പാലാഴിയെ അവർ ഓർമ്മിക്കും. അവർ വെള്ളത്തിനും പുഴയ്ക്കും വേണ്ടി നിലവിളിച്ചവരാ. കേരളം തിരിച്ചറിയണം, ഈ ഒരമ്മയുടെ നഷ്ടം നമ്മുടെ കുടിവെള്ളത്തിൻ്റെ നഷ്ടമാണ്. ഈ ഒരമ്മയുടെ നഷ്ടം നമ്മുടെ നിലനിൽപ്പിൻ്റെ നഷ്ടമാണ്. ഈ ഒരമ്മയുടെ നഷ്ടം പാവപ്പെട്ട ജീവികളുടെയും നഷ്ടമാണ്. ഉറപ്പാണ്. ഈ ഒറ്റയ്ക്ക് പോരാടിയ ഒരു സ്ത്രീ, ഒറ്റയ്ക്ക് പോരാടി, എനിക്കൊന്നും അതിന് കഴിവില്ലെന്ന് എനിക്കറിയാം, ഒറ്റയ്ക്ക് പോരാടിയ ഒരമ്മ, ഈ അമ്മ ഏതെല്ലാം തരം മുള്ളുകളെയും സഹിച്ചിട്ടുണ്ട്. ആർക്ക് വേണ്ടി നോക്കണം. ഒരു മനുഷ്യകുലത്തിൻ്റെ ദുഃഖം മുഴുവൻ എനിക്ക് തരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞ ബുദ്ധനെ പോലെയാണ്. ആ അവസ്ഥയിലേക്ക് എത്തിയ സുഗതകുമാരിയെ കേരളം അറിയില്ല. തീർച്ചയായിട്ടും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കൺമുമ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരമ്മയുടെ ശരീരമാണ്. അവരുടെ കവിതകളിൽ അല്ല, ആ കവിതകൾ എന്ന് പറയുന്നത് അവരുടെ കർമ്മദർശനത്തിൻ്റെ സാരസത്തയാണ്. ആ സത്ത എല്ലാ തരം കവിതകളിലും ഉണ്ട്. ഈ പ്രകൃതി എന്ന് പറയുന്നതിൻ്റെ ഭാവമാണ് ഞാനും എന്ന തിരിച്ചറിവിൽ നിന്ന് ആദ്യകാലത്ത് ഒരു പക്ഷിശാസ്ത്രക്കാരൻ്റെ കൂട്ടിരിക്കുന്ന തത്തയെ കണ്ടിട്ട്, നിന്നെ എനിക്ക് പണ്ടേ അറിയാം, നിൻ്റെയും എൻ്റെയും മനസ്സിൽ ഒരേ പ്രപഞ്ചത്തിന് വേണ്ടിയുള്ള സ്വപ്നമല്ലേ കുഞ്ഞേ എന്ന് ചോദിച്ച ചെറുപ്പക്കാരിയായിരിക്കെ ആ കൊച്ചു തത്തയോട് സമാന ഹൃദയത്വം പുലർത്താൻ കഴിഞ്ഞ മനസ്സാണ് ഈ സുഗതകുമാരി. അതൊരു പക്ഷേ ഇനിയായിരിക്കും മലയാളം കൂടുതൽ തിരിച്ചറിയുക എന്ന് തോന്നുന്നു. ഇപ്പോൾ
കോൾ ചെയ്യൂ, അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യൂ, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. PSB ഡോർ സ്റ്റെപ്പ് ബാങ്കിംഗ് മുഖേന സർക്കാർ ബാങ്കുകൾ വരും നിങ്ങളുടെ വീട്ടുപടിക്കൽ. തൃശ്ശൂരിലേക്ക് തന്നെ പോകാം, ശ്രീ KV രാമകൃഷ്ണനിലേക്ക് തന്നെ. സർ, ഈ പറഞ്ഞതുപോലെ പരിസ്ഥിതിക്ക്, പ്രകൃതിക്ക് നോവുന്നിടത്ത്, പുഴയ്ക്ക് നോവുന്നിടത്തൊക്കെ അമ്മയുണ്ടായിരുന്നു. അപ്പം തന്നെയാണ് സ്ത്രീകൾക്ക് വേദനിക്കുന്നിടത്ത്, കണ്ണുനീര് വീഴുന്നിടത്തും ഒക്കെ അമ്മയുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നിലനിന്ന ഒരു അമ്മ മനസ്സുകൂടിയായിരുന്നു സുഗതകുമാരി ടീച്ചറിൻ്റേത്. അങ്ങനെ ടീച്ചർ നടത്തിയ ഈ പോരാട്ടങ്ങളെല്ലാം, ഈ സമരങ്ങളെല്ലാം ഇന്ന് ടീച്ചർ അവസാനിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ നിന്നു പോകുന്ന ഒന്നല്ല. വിശാലമായി അതിനെ തുറന്നു വെച്ചിട്ടാണ് ടീച്ചർ വിട പറയുന്നത്. ആ നിലയ്ക്ക് എങ്ങനെയാണ് ടീച്ചറിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ ഈ സമയത്ത് ഓർക്കുകയും അതിനെ തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യേണ്ടത്? സുഗതയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഒപ്പം കുറേ കാലം നടന്നിട്ടുണ്ട്. അട്ടപ്പാടിയിലും മറ്റ് വടക്കൻ മലകളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടുണ്ട്. അട്ടപ്പാടിയിൽ ഞാൻ ഇത് പറയുമ്പോൾ ഓർക്കുകയാണ്, ഒരു പക്ഷേ ഇന്ന് സുഗതകുമാരിയുടെ വേർപാടിൽ മറ്റാരേക്കാളും നെഞ്ഞു പൊട്ടി കരയുന്നത് അട്ടപ്പാടിയിലെ കൃഷ്ണവനത്തില് പാവപ്പെട്ട ആദിവാസികളാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതോ ഒരവസരത്തിൽ അവർ തെരഞ്ഞു പിടിച്ച് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ അമ്മയെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ വന്നു എന്ന് ഞാൻ പത്രത്തിൽ വായിക്കേണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കൃഷ്ണവനം ആവുന്നതിന് മുമ്പ് ഞങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. അവിടെ അണക്കെട്ടുണ്ടാക്കാൻ പുറപ്പെടുകയും അതിന് വേണ്ടാന്ന് വെക്കുകയും അതിനുള്ള ആ ബഹളം നടന്നിരുന്ന കാലത്ത് കാട്ടിലൂടെയും കുന്നിലൂടെയും ഞങ്ങൾ നടന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് അവസാനം ആ പരിപാടി അവസാനിപ്പിച്ചിട്ട് അത് അവിടെ അണക്കെട്ട് വേണ്ട എന്ന് തീരുമാനിക്കുകയും ആ മൊട്ടക്കുന്നിൻ്റെ മുകളിൽ, അവിടെ മൊട്ടക്കുന്നുണ്ടായിരുന്നു, ഒരു വലിയ മൊട്ടക്കുന്ന്, ഒരു മരവും ഇല്ലാത്ത ഒരു വലിയ മൊട്ടക്കുന്ന്. ആ മൊട്ടക്കുന്ന് സുഗതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു ഗവൺമെൻറ്. അവിടെ ആദിവാസികളുടെ സഹായത്തോടു കൂടിയിട്ട് മരങ്ങൾ വെച്ചു. കൊല്ലങ്ങളുടെ ശുശ്രൂഷയിൽ അത് അതിമനോഹരമായ വനമായി തീർന്നു. ആ വനത്തിന് ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, സുഗത പേരിട്ടത് കൃഷ്ണവനം എന്നാണ്. NV കൃഷ്ണവാര്യരാണ് അതിൻ്റെ പിറകിലുള്ളത്, ആ പേരിൻ്റെ പിറകിലുള്ളത്. ആ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രേരക ശക്തി NV ആയിരുന്നു എന്ന് ഓർത്തുകൊണ്ടാണ് ആ പുതിയ കാടിന് കൃഷ്ണവനം എന്ന് പേരിട്ടത്. ആ കൃഷ്ണവനത്തിൽ വരണ്ട മൊട്ടപ്പറമ്പിൽ മരങ്ങൾ വെച്ച് പഠിപ്പിച്ച് മരങ്ങളുണ്ടാവുകയും അവിടെ ഒരു അരുവി കണ്ണു തുറക്കുകയും ചെയ്തു. ഇന്ന് അവിടെ വെള്ളം ഒഴുകുന്നു എന്ന് സുഗത എഴുതി വെച്ചിട്ടുണ്ട് ഒരു ലേഖനത്തിൽ. ഒരു പക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ തെരഞ്ഞു പിടിച്ച് വായിക്കും. കൃഷ്ണവനത്തെക്കുറിച്ച് വളരെ വികാരഭരിതയായി അവിടുത്തെ പുഴകളെ, അവിടെ പുതിയതായി പൊട്ടി ഉറന്ന മണ്ണിൻ്റെ കണ്ണുനീര് പോലെ പൊട്ടി ഉറന്ന നീരുറവുകളെ കുറിച്ച് സുഗത എഴുതി വെച്ചിട്ടുണ്ട്. ഈ നീരുറവ് വറ്റാതിരിക്കുന്നിടത്തോളം കാലം, ഞാൻ അങ്ങനെ പറയുന്നത്, വരുന്ന തലമുറ ഈ കാട് മുഴുവൻ വെട്ടി പണമാക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് തടയാനും സുഗത എൻ്റെ കൂടെ ഇല്ലല്ലോ, നമ്മുടെ കൂടെ ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ദുരന്തകാലം വന്നുകൂടാകില്ല. അത് വരുന്നത് വരെ ഈ ഭൂമിയിൽ ആ ഒരു ആ വരണ്ട മണ്ണിൽ മണ്ണിൻ്റെ കണ്ണുനീര് ഉറന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സുഗതയുടെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് ഒരു കാലത്തും ഒരു വരൾച്ച നമ്മുടെ നാട്ടിൽ നേരിടുകയില്ല എന്ന്
എൻ്റെ മനസ്സാക്ഷി എന്നോട് പറയുന്നു. സുഗത, നമ്മളിത്രയൊക്കെ ആൾക്കാർ പറയും പ്രശസ്തിയൊക്കെ ഒരു അവരുടെ ഉള്ളിലുള്ള എന്നെ ആരും അറിയരുത്, ഞാൻ ആരോടും പറയില്ല, എന്നോട് ആരും അറിയരുത്, ഞാൻ അത്ര ഒതുങ്ങി കൂട്ടുന്ന ഒരു സുഗതയുണ്ട് അവരുടെ ഉള്ളിൽ. ഒരു പക്ഷേ അധികം ആർക്കും അത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ, ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നത് കവിയായിട്ടുള്ള ശ്രീ PK ഗോപിയാണ്. സർ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ടീച്ചറിന്റെ ഒരു പക്ഷേ സുഗതകുമാരി ടീച്ചറിന്റെ ഒരു കവയിത്രി എന്നതിനും അപ്പുറത്തെ സാമൂഹിക പ്രതിബദ്ധതയിലൂന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടിയാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സാർ എങ്ങനെയാണ് ടീച്ചറിനെ ഓർക്കുന്നത് ഈ നിമിഷത്തിൽ? ടീച്ചറിന്റെ കാലഘട്ടം മനസ്സിലാക്കാതെ നാം കവിതയെയോ പൊതുപ്രവർത്തനത്തെയോ വിലയിരുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. 1934 കേരളീയ അന്തരീക്ഷം, ബോധേശ്വരന്റെ കാലം, ആറന്മുളയിലെ വഴുവേലി തറവാട്ടിലെ കേശവപിള്ള എന്ന വലിയ മനുഷ്യൻ ബോധേശ്വരനായ ഒരു കഥയുണ്ട്. സംസ്കൃത പണ്ഡിതയായിരുന്ന കാർത്യായനി ടീച്ചർ അമ്മയായി. അത് ആ കുടുംബത്തിൽ നിന്ന് ലഭിച്ച വലിയ ഒരു ജ്ഞാനത്തിന്റെ ധാരയുണ്ട്, അഗാധമായ ഒരു ധാര. ഒരു ഭാഷയിൽ പറഞ്ഞാൽ അറിവും സാമൂഹ്യ ബോധവും കൂടെ ഒന്നിച്ച് കവിത്വത്തെ ജനിപ്പിച്ച് ടീച്ചറിൽ കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് അവർക്ക് നിർഭയത്വം ഉണ്ടായി. ഭയമില്ലാതെ ഒരു കാര്യം പറയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ മാത്രമേ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പറ്റൂ. അല്ലെങ്കിൽ ഒളിച്ചെവിടെയെങ്കിലും ഇരുന്ന് കളയും. അതിമഹത്തായ ഒരു പൈതൃകത്തിന്റെ ശോഭ, വളരെ വിശാലമായ ഒരു സ്വാതന്ത്ര്യ ബോധം, നൈസർഗികമായ ഒരു കാവ്യ പ്രതിഭ, എല്ലാറ്റിനും ഒരു ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. യൂണിവേഴ്സിറ്റി കോളേജിൽ ബിരുദാനന്തര ബിരുദം കഴിഞ്ഞതിന് ശേഷം തത്വശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ടല്ലോ, പൂർത്തിയാക്കിയിട്ടില്ലെന്നല്ലേ ഉള്ളൂ. വളരെ നിർഭയമായ ചുവടുകൾ, നിഷ്പക്ഷമായ നിലപാടുകൾ എടുക്കാൻ കാരണം അതൊക്കെ തന്നെയാണ്. അതൊരു പശ്ചാത്തലം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. പ്രകൃതിയോടുള്ള അടങ്ങാത്ത ഒരു ആദരം, കരുണ, പിന്നെ കീഴടങ്ങാത്ത ഒരു വാക്കിന്റെ ഒരു സുഗത സൂര്യൻ നിന്ന് ആധികാരികമായി വേണേ പറയാം. സുഗത സൂര്യൻ അസ്തമിച്ചു പോവുകയാണ്. കേരളത്തിന്റെ കാവ്യ പാരമ്പര്യത്തിൽ ഏറ്റവും കാന്തിയുള്ള ഒരു കണ്ണിയാണ് അറ്റുപോയിരിക്കുന്നത്. അഗാധ വ്യസനത്തോടെ ഞാൻ അനേക ലക്ഷം ആളുകളോടൊപ്പം എൻ്റെ ഹൃദയ പ്രണാമം സമർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. സുഗതകുമാരി ടീച്ചറുടെ കവിത നമ്മുടെ പാരമ്പര്യ കാവ്യഘടനയെ മുഴുവൻ അതിന്റെ സമഗ്ര ശോഭയോടും കൂടി ഒപ്പിയെടുത്തല്ലേ. മഴയുടെ ആരവം ഉണ്ടായിരുന്നു, മണ്ണിന്റെ ബലമുണ്ടായിരുന്നു, അമ്പലമണിയുടെ ശുദ്ധി അതിനുണ്ടായിരുന്നു. പിന്നെ ആദ്യ കവിയെ പോലെയല്ലേ കൊല്ലരുതേ കൊല്ലരുതേ എന്ന് വിലപിച്ചുകൊണ്ടിരുന്നത്. മുറിച്ചു മാറ്റാൻ കേടുവന്നൊരു ആവേശം എന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ ദ്രവിച്ച മനസ്സുകളെ എന്ത് ചെയ്യും? അതായിരുന്നു അവർ പരിതപിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സാമൂഹ്യ ജീർണതകൾക്കെതിരെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പോരാടിക്കൊണ്ടിരുന്നത്. അവിടെ രാഷ്ട്രീയത്തിനൊക്കെ എതിരെ ഇങ്ങനെ മുഖം നോക്കാതെ മറുപടി പറഞ്ഞ മനസ്സുകളൊക്കെ വളരെ കുറവാണ്. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അഭിപ്രായമൊന്നും മാറ്റി പറയാൻ ടീച്ചറ് തുനിഞ്ഞിട്ടില്ല ഒരിക്കലും. അവശർക്ക് വേണ്ടി താവളം ഒരുക്കി എത്രയെത്ര നിരാലംബരെയാണ് അവർ രക്ഷിച്ചത്. മാന്യമായി ജീവിക്കാനുള്ള അവകാശമാണ്, അതായിരുന്നു അവരുടെ മുദ്രാവാക്യം. മാന്യമായി ജീവിക്കാനുള്ള അവകാശം സമൂഹത്തിൽ സ്ഥാപിച്ചു കിട്ടണം. അതുകൊണ്ട് അവരൊത്തിരി ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ സഹിച്ചിട്ടുണ്ട്. അതൊന്നും അവരെ ദുർബലമാക്കി എന്ന് പറയാൻ പറ്റില്ല. വിവാദങ്ങളും സുവാദങ്ങളും അവരോടൊപ്പം എപ്പോഴും നടന്നു. പോരാടുന്നവരെ അധികാരം വെറുതെ വിടാറില്ലല്ലോ ഒരു രാജ്യത്തും ഒരിക്കലും ഒരു കാലത്തും. ടീച്ചർ പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് നിങ്ങളുടെ വിലപ്പെട്ട സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏറ്റവും ആർദ്രവും മധുരവും പ്രതീക്ഷാ നിർഭരവുമായ ഒരു ഹൃദയധ്വനി അവരുടെ കവിതകളെ എപ്പോഴും ആശ്ലേഷിച്ചുകൊണ്ടിരുന്നില്ലേ. മാതൃത്വത്തിന്റെ മഹാമന്ത്രം അതിൽ കേട്ടില്ലേ. മനുഷ്യജീവന്റെ പവിത്രത അതായിരുന്നില്ലേ അവരുടെ കാവ്യ ദർശനം. ഇനി ഈ മനസ്സിൽ കവിതയില്ല എന്ന് നൊന്ത് പാടിയതേ. കവിത ഇല്ല എന്ന് പ്രഖ്യാപിക്കാനല്ല, വെളിച്ചം ദുഃഖമാണെന്ന് എന്ന് അക്കിത്തം പറഞ്ഞ അതേ സ്വരത്തിൽ പറയുകയാണ് ചെയ്തത്, പാടുകയാണ് ചെയ്തത്. കവിതയുടെ കരുത്തല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് എന്ന തേങ്ങലായിരുന്നു അത്. വാക്കിന്റെ ആന്തരിക ശക്തിയല്ലാതെ
ഒരു ശരിയാണ്. കവിക്ക് മറ്റെന്താണ് ആശ്രയം? അതെ എത്ര വാഴ്ത്തിയാലും തീരുമോ? അതെ വളരെ ആ കൃത്യമാണ്. ജീവിതശൈലി പക്ഷേ എത്ര വാഴ്ത്തിയാലും തീരുമോ? പറഞ്ഞാൽ തീരുകയില്ല. അതെ ആ കാവ്യ ഗുണം അല്ലെങ്കിൽ ആ ഒരു കാവ്യശോഭ അറിഞ്ഞ ഓരോ മലയാളിക്കും ഒരു പക്ഷേ ഇത് തന്നെയാണ്. ആ അമ്മ നഷ്ടപ്പെടുന്നത് തീരാത്ത വേദനയുമാണ്. വളരെയധികം നന്ദി ശ്രീ പി കെ ഗോപി നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേർന്നതിന്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. സർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപക്ഷെ സുഗതകുമാരി ടീച്ചറിൻ്റെ കവിതയെ വായിക്കേണ്ടത് വളരെ ആഘോഷിക്കപ്പെട്ട കവിതകൾക്കപ്പുറത്ത് വായിക്കപ്പെടേണ്ടുന്ന ഒട്ടനവധി കവിതകളുണ്ട്, അല്ലെങ്കിൽ ആ നിലയിൽ പഠനം നടക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കേണ്ടായി. ഇതിലെല്ലാം തന്നെ ആവർത്തിച്ച് ടീച്ചർ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന സമത്വത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, കരുതലിൻ്റെ ഒക്കെ വലിയ ആശയം പേറിയിരുന്ന എഴുത്തുകളായിരുന്നു എല്ലാം. ആ നിലയിൽ യഥാർത്ഥത്തിൽ സുഗതകുമാരി ടീച്ചറിനെ വായിക്കാനോ അല്ലെങ്കിൽ പഠനം നടത്താനോ ഇതുവരെ മലയാളി തയ്യാറായിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ അവസരത്തിൽ? ശ്രീ ഉണ്ണികൃഷ്ണൻ സാറിനോടാണ്. വാസ്തവത്തിൽ തോന്നുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതെല്ലാ വലിയ കവികളെയും തിരിച്ചറിയുന്നതിൽ നമ്മൾ വളരെ കാലതാമസം വരുത്താറുണ്ട്. എനിക്ക് തോന്നുന്നത് അതിനൊരു കാരണവും കണ്ടെത്താൻ കഴിയും. നമ്മൾ 1950കളോടെ ശക്തിപ്പെട്ട ആധുനിക കവിത, അത് പലപ്പോഴും എടുത്ത നിലപാടുകൾ സുഗതകുമാരി ടീച്ചർ അടക്കം വിഷ്ണുനാരായണ നമ്പൂരി സാർ അടക്കം ഉള്ള കവികൾ മുന്നോട്ട് വെച്ച കാവ്യദർശനത്തിന് വളരെ വിരുദ്ധമായ ദശയിൽ സഞ്ചരിക്കുന്നതായിരുന്നു. വൃത്തവും ഛന്ദസ്സും ഒക്കെ വളരെ മോശം ഇടപാടാണെന്നും പാരമ്പര്യത്തിന്റെ ബിംബങ്ങൾ ഉപയോഗിക്കുന്നത് പുനരുത്ഥാനവാദപരമായ ഒരു നിലപാടാണെന്നും ഒക്കെ തെറ്റിദ്ധാരണകൾ നിറച്ചുകൊണ്ടുള്ള ധാരാളം അഭിപ്രായങ്ങൾ നമ്മുടെ നിരൂപകന്മാരിൽ നിന്നും കവികളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നല്ല കവിതയെ തിരിച്ചറിയുന്നതിൽ പലപ്പോഴും നമ്മൾ വലിയ പരാജയമായിരുന്നു എന്ന് ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് സുഗതകുമാരി ടീച്ചറിനെ പോലുള്ളവരെ നിർണയിച്ച ഒരു സാംസ്കാരിക പശ്ചാത്തലത്തെക്കുറിച്ച് പോലും നമ്മുടെ നിരൂപക സമൂഹം വേണ്ടത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. ടീച്ചറിനെ കുറിച്ചാണെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഒരു കാലഘട്ടം, കേരളഗാനം എഴുതിയ ബോധേശ്വരന്റെ മകളെന്ന നിലയിലുള്ള ഒരു മേൽവിലാസം, അതോടൊപ്പം തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ വി കൃഷ്ണവാര്യരെ പോലെയുള്ള വലിയ മനസ്സുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള സമ്പർക്കം, വിഷ്ണുനാരായണ നമ്പൂരി സാർ അടക്കമുള്ളവരുമായിട്ടുള്ള അടുത്ത ബന്ധം, അതൊക്കെ ടീച്ചറിന്റെ മനസ്സിനെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നയിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ബാല്യകാലം മുതലേ അവർക്ക് ലഭിച്ച ഒരു ജീവിത പശ്ചാത്തലവും നമ്മൾ ചിന്തിക്കണം. അമ്മ തത്വശാസ്ത്രത്തിലും സംസ്കൃതത്തിലും നല്ല പാണ്ഡിത്യമുള്ള വ്യക്തിത്വമായിരുന്നു. എന്ന് മാത്രമല്ല, ബാല്യകാലം മുതലേ കേട്ടു വളർന്ന രാമായണ ശീലുകൾ ടീച്ചറിന്റെ മനസ്സിൽ മഹത്തായ ദർശനത്തിന്റെ വിത്തുകൾ പാകിയിരുന്നിരിക്കണം. ഭർത്താവ് നമുക്കറിയാം നല്ല പണ്ഡിതനായ, അരവിന്ദ ദർശനത്തിൽ അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്ന വേലായുധൻ നായർ സാറാണ്. സഹോദരിമാരാണെങ്കിൽ ഹൃദയകുമാരിയും സുജാത ദേവിയും. അപ്പൊ എന്തുകൊണ്ടും വളരെ അനുകൂലമായ ഭാവാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ വളർന്ന ടീച്ചറിന്റെ കവിതകൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ ഔഷധ ഗുണം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുകയും അത് പ്രസരിപ്പിക്കുകയും ചെയ്തു. അതിനോട് ഒരിക്കലും ബന്ധപ്പെടാൻ താല്പര്യമില്ലാതിരുന്ന ഒരു പുതിയ ഭാവുകത്വം മലയാള നിരൂപണത്തിൽ ശക്തിപ്പെട്ടതോടുകൂടിയാണ് ടീച്ചറിനെ ശരിയായി. വളരെ കൃത്യമാണ്. ഒരു പക്ഷേ ഇനിയായിരിക്കാം ഈ ഒരു സമയത്തിനും ശേഷമായിരിക്കാം വേണ്ട വിധത്തിൽ നമ്മൾ കുറച്ചുകൂടി സുഗതകുമാരി ടീച്ചറിന്റെ കവിതകളിലെ സന്ദേശങ്ങളെ കുറച്ചുകൂടി ആ നിലയിൽ ആ ഭാവത്തെ മനസ്സിലാക്കുക എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം സൂചിപ്പിച്ചത്. തൃശ്ശൂരിൽ നിന്ന് തന്നെ രാമകൃഷ്ണൻ സാറിനോടാണ്. സാർ, ഈ പറഞ്ഞതുപോലെ ഇനിയുള്ളൊരു വായന സുഗതകുമാരി ടീച്ചർ നമ്മളോടൊപ്പം ഇല്ലാത്ത ഒരു സമയത്തെ ടീച്ചറിന്റെ കവിതകളെ കുറിച്ച്, ടീച്ചർ നമ്മളോട് പറയാൻ ശ്രമിച്ചതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒന്നുകൂടി കാണുന്ന അല്ലെങ്കിൽ തിരിച്ചറിയുന്ന സമയമായിരിക്കും ഇനി നമുക്ക് മുന്നിലുള്ളത്. എങ്ങനെയാവണം ആ സമയം നമ്മൾ വിനിയോഗിക്കേണ്ടത്? ഉണ്ണികൃഷ്ണൻ സർ, രാമകൃഷ്ണൻ സർ, സോറി. ഇപ്പോഴും നമുക്കതിന് വേണ്ട അകലം, അതിനു വേണ്ട ദൂരം ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ വേണ്ടത്ര അകലത്ത് നിന്നിട്ട്
നോക്കിയാലേ വലിയ ആനകളുടെ മസ്തകത്തിൻ്റെ അകത്ത് രത്നമുണ്ട് എന്ന് പറയാറുണ്ട്. ആനയുടെ അടുത്ത് നിന്ന് നോക്കിയാൽ മസ്തകത്തിൽ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ സുഗതയുടെ ഏറ്റവും അടുത്താണ് നിന്നിരുന്നത് ഇതുവരെ, ഇപ്പോഴും അതേ സുഗതയുടെ അടുത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ഓർമ്മയാണെന്നുണ്ടെങ്കിലും സുഗതയുടെ ഓർമ്മയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു പക്ഷേ വേണ്ടത്ര ദൂരം അകന്ന് നിന്ന് നോക്കിയാൽ മാത്രമേ സുഗതയുടെ കവിതകളുടെ ആന്തരിക രഹസ്യങ്ങൾ, അല്ലെങ്കിൽ ആന്തരിക സത്യങ്ങൾ, ആന്തരിക ദർശനങ്ങൾ, ഉൾവെളിച്ചങ്ങൾ, വാക്കുകൾക്ക് അക്ഷരങ്ങൾക്ക് വാക്കുകൾക്ക് ഇടയ്ക്കുള്ള മൗനങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അകലം നമ്മുടെ നിരൂപക മനസ്സിന്, അല്ലെങ്കിൽ ആ നിരൂപണ ബുദ്ധിയോടുകൂടി സമീപിക്കുന്ന വായനക്കാരൻ്റെ മനസ്സിനും ആ രീതിയിലുള്ള ഒരു അകലത്ത് നിന്നാൽ മാത്രമേ സുഗതയുടെ കവിതയുടെ ആന്തരിക സത്യങ്ങളിലേക്ക്, അന്തർമണ്ഡലത്തിൻ്റെ വെളിച്ചങ്ങളിലേക്ക് നമുക്ക് കണ്ണെത്തുകയുള്ളൂ. ആണ്ട് മുങ്ങി എത്താനുള്ള ആരോഗ്യം നമ്മുടെ നിരൂപണത്തിന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാൻ ഇപ്പോൾ നിവൃത്തി. ശരി, വളരെ കൃത്യമാണ് താങ്കൾ പറഞ്ഞത്. മധുസൂദനൻ സർ, ഒരുപക്ഷെ ഒരു വലിയ ഉത്തരവാദിത്വങ്ങൾ നമുക്കെല്ലാവർക്കും ബാക്കി വെച്ച് തന്നിട്ടാണ് ടീച്ചർ പോകുന്നത്. ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ശരിക്കും ഒരു ഊർജം നമുക്കുണ്ടോ എന്ന് സംശയവുമാണ്. എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം സുഗത ടീച്ചർ നമുക്ക് ബാക്കി വെച്ച ഈ ഉത്തരവാദിത്തങ്ങൾ? ഇന്ന് അത് ഏറ്റവും പ്രയാസമുള്ള കാലമാണ്. പുതിയ സാഹിത്യകുലം എത്രത്തോളം ഈ വിഷയത്തിൽ സമർപ്പിത മനസ്കരാകും, ഏകമനസ്കരാകും എന്നുള്ളതൊരു പ്രശ്നമാണ്. അതിൻ്റെ ചെറിയൊരു സൂചന രാമകൃഷ്ണൻ സാറും തന്നു. ഒപ്പം ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരുമ പഴയ വൈദിക സങ്കല്പമാണ്. സംവാദ സൂക്തം അദ്ദേഹം സൂചിപ്പിച്ചു. മനുഷ്യ മനസ്സിൻ്റെ ലോകത്തുള്ള എല്ലാ മനസ്സിൻ്റെയും ഒരുമ എന്ന് പറയുന്നതാണ് സുഗതകുമാരി തന്നിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. അവർ ഒരു പുഴയോട് സംസാരിക്കുന്നു, കാടിനോട് സംസാരിക്കുന്നു, കിളികളോട് സംസാരിക്കുന്നു. അത് ചെറിയ ബാല മനസ്സിൻ്റെ രീതിയിലല്ല, മനസ്സുകളുടെ ഒരുമയാണ്. ആ ഒരുമയ്ക്ക് വിരുദ്ധമാണ് ഇപ്പോഴത്തെ അവനവൻ്റെ വിജയം മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള എല്ലാവരുടെയും ചുവടുവയ്പ്. അവനവൻ മാത്രം വലുത്, അവനവൻ എന്നൊരു സംഗതി ഏതെങ്കിലും ഒരു പരാമർശം സുഗത ടീച്ചറിൻ്റെ ഒരു കവിതയിലുണ്ടെങ്കിൽ അത് മനുഷ്യകുലത്തിനെയോ ഓരോ പ്രത്യേകം വരുന്ന ഓരോ ആത്മാവിനെയുമോ സൂചിപ്പിച്ചുകൊണ്ടാണ്. അത് അവരുടെ മാത്രമല്ല, അതറിയാനും കഴിയണം. അങ്ങനെ ഒരു മനസ്സ് വികസിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയത്തെ പ്രശ്നം. നമുക്ക് കവിത എന്തിന്? ഇന്നത്തെ പ്രശ്നം അതാണ്. കവിത അടുത്ത തലമുറയിലെ കുട്ടികൾ വായിക്കണമോ വേണ്ടയോ എന്നുള്ളത് വേറൊരു പ്രശ്നമാണ്. സുഗതകുമാരി ഇവിടെ ചിന്താവിഷയമാവുന്നത് അതിനും കൂടെയാണ്. അവരുടെ കവിത ആര് മനസ്സിലാക്കും? ഏത് കുട്ടി മലയാളം വായിക്കും? ഈ കഴിഞ്ഞതിൻ്റെ മുൻപിലത്തെ ഓണത്തിന് ഈ പാവം സുഗത ടീച്ചർ പേസ് മേക്കർ ഘടിപ്പിച്ച് കഷ്ടിച്ച് ശ്വസിക്കുകയൊക്കെ ചെയ്യുന്ന അവര് സ്വമേധയാ തിരുവനന്തപുരത്ത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ മുമ്പിൽ വന്ന് ഒരു ദിവസം മുഴുവൻ തിരുവോണ നാളിൽ പട്ടിണി. മലയാള ഭാഷയ്ക്ക് വേണ്ടി സാർ, ഒരു പക്ഷേ ഞാൻ ഒന്ന് ഇടപെടുകയാണ് സമയപരിമിതി മൂലം. ഈ പറഞ്ഞതുപോലെ മലയാള ഭാഷയ്ക്ക് വേണ്ടിയും ഒക്കെ ആ നിലയിൽ നമ്മളോടൊപ്പം സമൂഹത്തിൽ ഇറങ്ങി നിന്ന ഒരു അമ്മയെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേ ശവപ്പൂക്കളെ ടീച്ചർ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ടീച്ചർ സ്നേഹമാണ് ചോദിച്ചത്. ഇനിയുള്ള കാലം നമുക്ക് ടീച്ചറിനോടുള്ള ആ സ്നേഹവും കരുതലുമായി നീക്കിവെക്കാമെന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ പ്രത്യേക പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം ചേർന്ന അതിഥികൾ പ്രൊഫസർ വി മധുസൂദനൻ നായർ, ശ്രീ കെ വി രാമകൃഷ്ണൻ, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ശ്രീ മുരുകൻ കാട്ടാക്കട, ശ്രീ പി കെ ഗോപി. ഏവർക്കും നന്ദി അറിയിക്കുന്നു.